Hello students, hope you are seeing the videos regularly, and this video is about audit committee. This is a committee constituted by the board of directors of a company, and section 292A of the Companies Act prescribes some provisions related with the formation of audit committee, and this video will be discussing about those provisions which are being described in section 292A of Companies Act 2013. So moving over to audit committee. An audit committee is made of members of a company's board of directors that I have already mentioned and oversees its financial statements and reporting. അപ്പോൾ ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഒരു ഓവറോൾ ആയിട്ടൊന്ന് നിരീക്ഷിക്കുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനും റിപ്പോർട്ടിങ്സും ഒക്കെ. ആസ് പെർ റെഗുലേഷൻ ദ ഓഡിറ്റ് കമ്മിറ്റി മസ്റ്റ് ഇൻക്ലൂഡ് ഔട്ട്സൈഡ് ബോർഡ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ദോസ് വെൽ വേഴ്സ്ഡ് ഇൻ ഫിനാൻസ് or accounting in order to produce honest and accurate reports. അപ്പോൾ ഇതിനകത്ത് ഔട്ട്സൈഡ് ബോർഡ് മെമ്പേഴ്സും വേണം, അതിൽ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഒക്കെയാണ് ഇതിനകത്ത് വേണ്ടത്. Then committee members must sign off on the company's books and take responsibility for any misreporting. ഓഡിറ്റ് കമ്മിറ്റീൻ്റെ ജോലി, ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, കമ്പനീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സൈൻ ചെയ്യുകയും അതിനകത്ത് വല്ല മിസ് റിപ്പോർട്ടിങ്ങും ഉണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിളും ആണ്. ഓക്കെ, ദെൻ the statutory auditor now have an opportunity to bring forth audit related issues to the attention of audit committee. ഈ ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് 2013 ആക്ടിൽ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിന് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഓഡിറ്റിങ്ങിൽ അവർ നേരിടുകയാണെങ്കിൽ അതൊക്കെ ഓഡിറ്റ് കമ്മിറ്റീനെ അറിയിക്കാനൊക്കെ ഉള്ളൊരു പ്രൊവിഷൻ ഇപ്പോൾ വരെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ജനറൽ ഇൻഫർമേഷൻ റിലേറ്റഡ് വിത്ത് ഓഡിറ്റ് കമ്മിറ്റി. ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ ആക്റ്റിൽ 292A എന്ന് പറയുന്ന സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്, ആരാണ് ഈ ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്, ഏതൊക്കെ കമ്പനീസിനാണ് ഇത് ഫോം ചെയ്യേണ്ടത് നിർബന്ധം. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നോട്ട് ലെസ് ദാൻ 5 crores, 5 കോടിയിൽ കുറയാതെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനീസാണ് നിർബന്ധമായിട്ടും ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ 3 ഡയറക്ടേഴ്സാണ് ഉണ്ടാവുക. മിനിമം 3 ഡയറക്ടേഴ്സ് എങ്കിലും വേണം, ആൻഡ് എനി നമ്പർ ഓഫ് അതർ ഡയറക്ടേഴ്സ് ഉണ്ടാവാം, പ്രൊവൈഡഡ് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 2/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഷാൽ ബി ഡയറക്ടേഴ്സ്. ഈ ഹോൾ ടൈം ഡയറക്ടറും മാനേജിങ് ഡയറക്ടറും അല്ലാതെ തന്നെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 2/3 ഡയറക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവണം. അത്രയും നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 3 ആണ്. ഇതാണ് ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്. രണ്ടാമത് പറയുന്നു, എവ്രി ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് റെഫറൻസ് ടു ബി സ്പെസിഫൈഡ് ഇൻ റൈറ്റിംഗ് ബൈ ദ ബോർഡ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്പെസിഫൈ ചെയ്യുന്ന ഇൻ റൈറ്റിംഗ് സ്പെസിഫൈ ചെയ്യുന്ന ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ബേസിസിലാണ് ഈ ഓഡിറ്റ് കമ്മിറ്റി വർക്ക് ചെയ്യുക. ക്ലിയർ? മൂന്നാമത്തത്, the members of the audit committee shall elect a chairman from amongst themselves. അവരുടെ ഇടയിൽ തന്നെ ഒരു ചെയർമാനെ അവർക്ക് ഇലക്ട് ചെയ്യാം. ഇത് അവരുടെ ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. ദെൻ the annual report of the company shall disclose the composition of audit committee. ഇപ്പം നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള എല്ലാ പ്രോസ്പെക്ടസിലും അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം എന്ന് പറയുന്നത് പോലെ ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്ത്, കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പസിഷനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ആരൊക്കെയാണ് ഈ ഓഡിറ്റ് കമ്മിറ്റിയിലുള്ളത് എന്ന് കൃത്യമായിട്ട് ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കണം. Then the auditors, the internal auditor if any, and the director in charge of financial attend and participate at the meeting of audit committee but shall not have the right to vote. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി ചേരുന്ന മീറ്റിങ്ങുകളിൽ ഓഡിറ്റർ, കമ്പനിക്ക് വേറെ ഓഡിറ്റർ ഉണ്ടെങ്കിൽ അവർ, ഇൻറ്റേർണൽ ഓഡിറ്റർ ഉണ്ടെങ്കിൽ അയാൾ,
ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഡയറക്ടർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ 3 ആൾക്കാർക്കും എന്ത് ചെയ്യാം, ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ദേ ഡസൻറ്റ് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. പിന്നെ പറയണു, ദ ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് ഹാവ് ഡിസ്കഷൻസ് വിത്ത് ദ ഓഡിറ്റേഴ്സ് പീരിയോഡിക്കലി. അപ്പോൾ ചുമ്മാ കമ്മിറ്റി ഫോം ചെയ്ത് അവിടെ വെച്ചാൽ പോരാ, ഓഡിറ്റ് കമ്മിറ്റിക്ക് പണിയുണ്ട്. എന്താ പണി? ഷുഡ് ഹാവ് ഡിസ്കസ്ഡ് വിത്ത് ഓഡിറ്റേഴ്സ് പീരിയോഡിക്കലി അബൌട്ട് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഓർഗനൈസേഷനിലുള്ള ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് പീരിയോഡിക്കലായിട്ട് ഓഡിറ്റേഴ്സിനോട് സംസാരിക്കാം. ഓക്കെ. ദെൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഇൻക്ലൂഡിംഗ് ദ ഒബ്സർവേഷൻസ് ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് റിവ്യൂ ദ ഹാഫ് ഇയർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ പിന്നെ എന്തിനെക്കുറിച്ചാണ്? ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് പറയണം. പിന്നെ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഈ ഒരു കമ്പനിയിൽ ഓഡിറ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ചിട്ട്, ഇൻക്ലൂഡിങ് ദ ഒബ്സർവേഷൻസ് ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റർ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഓഡിറ്ററുടെ അടുത്തുനിന്ന് ഡിസ്കഷനിലൂടെ മനസ്സിലാക്കണം. ആൻഡ് റിവ്യൂ ദ ഹാഫ് ഇയർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിഫോർ സബ്മിഷൻ ടു ദ ബോർഡിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് ഇതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യണം. ആൻഡ് ഓൾസോ എൻഷുർ കംപ്ലയൻസ് വിത്ത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഇതൊക്കെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റിവ്യൂ ചെയ്തതിന് ശേഷം അതൊക്കെ എൻഷുർ ചെയ്യാം. ഇതൊക്കെ ആരുടെ ജോലിയാണ്? ഓഡിറ്റ് കമ്മിറ്റിയുടെ ജോലിയാണ്. അപ്പോൾ ദേ ഷുഡ് ഹാവ് ഡിസ്കഷൻ വിത്ത് ദ ഓഡിറ്റർ പീരിയോഡിക്കലി. ഡിസ്കഷൻസ് വേണം അബൌട്ട് ഇൻറ്റേർണൽ കൺട്രോൾ, സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഇൻക്ലൂഡിങ് ഒബ്സർവേഷൻസ് ഓഫ് ദ ഓഡിറ്റർ. പിന്നെ ഹാഫ് ഇയർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിവ്യൂ ചെയ്യണം. കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കണം ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്. The audit committee shall have authority to investigate into any matter in relation to the items specified in this section or referred to it by the board, and for this purpose shall have full access to information contained in the records of the company and external professional advice if necessary. ഒന്നുമില്ല. എന്താ പറയണത്? ഈ ഓഡിറ്റ് കമ്മിറ്റിക്ക് ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനുള്ള റൈറ്റ് ഉണ്ട്. ഒന്നുകിൽ ഈ സെക്ഷനിൽ 292A പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതല്ലെങ്കിൽ ബോർഡ് ഏതെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ, ഏതൊരു കേസ് റെഫർ ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനും അതിൻ്റെ ഭാഗമായിട്ട് ഫുൾ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഇവർക്കുണ്ട്. അതുകൂടാതെ അവർക്ക് എന്ത് വേണമെങ്കിൽ ദേ ക്യാൻ ടേക്ക് എക്സ്റ്റേണൽ പ്രൊഫഷണൽ അഡ്വൈസും കൂടെ അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ the recommendations of the audit committee on any matter relating to financial management, including the audit report, shall be binding on the board. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് കമ്മിറ്റി ഒരു റെക്കമെൻഡേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഡിറ്റ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് ബോർഡ് പാലിച്ചിരിക്കണം. ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണോ റെക്കമെൻഡ് ചെയ്യുന്നത് അത് പ്രാബല്യത്തിൽ വരുത്തണം. ഇഫ് ദ ബോർഡ് ഡസ് നോട്ട് ആക്സെപ്റ്റ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി, ഇറ്റ് ഷാൽ റെക്കോർഡ് ദ റീസൺസ് ദെയർഫോർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് സച്ച് റീസൺസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഇനിയിപ്പോൾ അത് ഇവരുടെ റെക്കമെൻഡേഷൻസ് ഒന്നും പാലിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ അവരത് കൃത്യമായിട്ട് അതിൻ്റെ കാരണം വൈ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫോളോ ദ റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ഓഡിറ്റ് കമ്മിറ്റി എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ റീസൺസ് നീഡ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ പറയണത്, ദ ചെയർമാൻ ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി ഷാൽ അറ്റൻഡ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി ടു പ്രൊവൈഡ് എനി ക്ലാരിഫിക്കേഷൻ ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഓഡിറ്റ്. ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വല്ല ക്ലാരിഫിക്കേഷനും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റ് കമ്മിറ്റീൻ്റെ ചെയർമാന് ഈ ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. Then, if a default is made in complying with the provisions of this section, 292A എന്ന് പറയുന്ന ഈ സെക്ഷനിനകത്ത് വല്ല ഡിഫോൾട്ടും വരുത്തിയിട്ടുണ്ടെങ്കിൽ, ദ കമ്പനി ആൻഡ് എവ്രി ഓഫീസർ ഹൂസ് ഇൻ ഡിഫോൾട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഡിഫോൾട്ട് വരുത്തുക? 5 കോടിയിൽ മേലെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിട്ട് ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ വേണ്ടത്ര ഡയറക്ടേഴ്സിനെ വെക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഡിഫോൾട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 year, 1 വർഷം വരെ തടവോ, ഓർ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 50,000 rupees, ഓർ വിത്ത് ബോത്ത്. അപ്പോൾ ഒന്നുകിൽ 50,000 രൂപ പിഴയോ 1 വർഷത്തെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ
അതിന് ഈ കമ്പനി ആൻഡ് എവ്രി ഓഫീസർ ഹൂസ് ഇൻ ഡിഫോൾട്ട്, ആരാണോ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർ അതിന് ബാധ്യസ്ഥരായിരിക്കും, അല്ലെങ്കിൽ അവർ ദേ വിൽ ബി ലയബിൾ, ക്രിമിനലി ലയബിൾ. അപ്പോൾ ഇംപ്രിസൺമെൻറ്റ് പണിഷ്മെൻ്റ് ഒക്കെ വരിക എന്ന് പറയുമ്പോൾ ദേ വിൽ ബി ക്രിമിനലി ലയബിൾ. ഇത്രയാണ് സെക്ഷൻ 292A പറയുന്നത്. Hope it is clear. If you have any doubt, please do clarify. Thank you.